ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് ഫ്രണ്ട്സ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കരീനിനെ ചരനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു കുറച്ച് പേര് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയം അവരുടെ അച്ഛനും അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം വെടിവെക്കുന്ന സൗണ്ട് കേട്ടിട്ട് കരീനാണെങ്കിൽ ഷോക്കായി നിൽക്കുന്നതും കാണിച്ചായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ ആയത് ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വെടിവെച്ച സൗണ്ട് കേട്ടിട്ട് അവൻ ഷോക്കാവുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെടിവെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് ആർക്കും തന്നെ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയം തന്നെ അച്ഛനാണെങ്കിൽ കനിൻ്റെ അടുത്ത് ചരൻ്റെ പോകാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ചരനാണെങ്കിൽ നമുക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കനിൻ്റെയും കൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയം വീണ്ടും ഇവർ അറ്റാക്ക് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. അവരെ എല്ലാവരും ചരൻ അടിച്ചിടുന്ന സമയത്ത് വീണ്ടും വീടിനകത്ത് നിന്ന് വെടിവെക്കുന്നൊരു ഒച്ച കേൾക്കുന്നുണ്ട്. ആ സമയം തൻ്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിക്കാണോന്ന് എഴുതിയിട്ട് കനിനാണെങ്കിൽ എനിക്ക് അകത്തോട്ട് പോകണം, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോകണമെന്ന് ചരനോട് പറയുന്നുണ്ട്. എന്നാൽ ചരനാണെങ്കിൽ നിൻ്റെ അച്ഛൻ ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ നീ ഇങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ചരൻ്റെ ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കനിനെ കൊണ്ടുപോയിട്ട് അവർ ആ വണ്ടിയിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അപ്പോഴും 2-3 ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവരെല്ലാവരും ചരൻ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അതിലൊരാളുടെ പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു സാധനം കിട്ടുന്നുണ്ട്. അത് അവൻ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ചരനാണെങ്കിൽ കനിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം മുഖം കാണിക്കുന്നില്ല, ഏതോ 2 ആൾക്കാർ പരസ്പരം സംസാരിക്കുന്ന ഒരു വോയിസ് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അതായത് കനിൻ രക്ഷപ്പെട്ടു, അവനിപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, അവനെ കണ്ടുപിടിച്ച് കഴിയാൻ ഞാൻ നിങ്ങൾ പറഞ്ഞ ജോലി ഉടനെ തന്നെ തീർക്കാമെന്ന്. അത് ആരാണ് പറയുന്നത് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അത് കാണിച്ചുകൊണ്ട് പിന്നെ കാണിക്കുന്നത് ചരനാണെങ്കിൽ കനിനെയും കൊണ്ട് ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. അവിടെയാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ താമസിക്കേണ്ടതെന്ന് ചരൻ പറയുന്നുണ്ട്. കനിനപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇവിടെ സേഫാണെന്ന്, കാരണം ആ ആൾക്കാരെങ്ങനെ നമ്മുടെ പുറകെ വന്നാലോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ചരനപ്പോൾ പേടിക്കണ്ട, ഈ സ്ഥലം എന്തൊക്കെ വന്നാലും സേഫാണെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം കനിനാണെങ്കിൽ കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. കുളിച്ചിട്ട് വരുന്ന സമയത്ത് അവൻ നോക്കുമ്പോൾ ചരനാണെങ്കിൽ കനിൻ്റെ ഫോണിലെ സിമ്മൊക്കെ എടുത്ത് മാറ്റുമായിരുന്നു. ആ സമയം കനിൻ നീ എന്താ കാണിക്കുന്നത്, അച്ഛനെങ്ങാനും കോൾ ചെയ്താൽ എനിക്കാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യണ്ടേ, നീ എന്തിനാ സിം ഊരി മാറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ചരനപ്പോൾ നിൻ്റെ അച്ഛൻ ഒരിക്കലും നിൻ്റെ ഫോണിൽ കോൾ ചെയ്യില്ല, കാരണം നീ നിൻ്റെ ഫോണിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അതുവഴി നീ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിന്നെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാര്യം നിൻ്റെ അച്ഛൻ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കരീനാണെങ്കിൽ എന്നാലും അച്ഛനെങ്ങാനും വിളിച്ചാലോ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചരനപ്പോൾ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ കനിനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്തോ ആലോചിച്ച്. ആ സമയം ചരൻ വന്നിട്ട് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫുഡ് വേണോ, ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കനിനാണെങ്കിൽ എനിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. ആ സമയം ചരൻ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കേണ്ടി വരും, പുറത്തെന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാനേ പറ്റുന്നില്ല, ഫുൾ അപകടമാണെന്ന് പറയാണ്. കനിനപ്പോൾ മറ്റൊന്നും പറയാൻ നിൽക്കാതെ വീണ്ടും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. ചരനാണെങ്കിൽ അവന് ഷീറ്റൊക്കെ മൂടി കൊടുത്തിട്ട് അവനും പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചരൻ അവിടെ സോഫയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കനിൻ ഇറങ്ങി വന്നിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇരുന്ന കനിൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് അവിടെ ടേബിളിലായിട്ടിരുന്ന് വിലങ്ങെടുത്തിട്ട് ചരൻ്റെ കയ്യിൽ കെട്ടിവെച്ച ശേഷം അവനാണെങ്കിൽ പതുക്കെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിൽ സിമ്മ് മാറ്റിയതുകൊണ്ട് തന്നെ ആരെയും കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കനിൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ചരൻ അവൻ്റെ മുന്നിലേക്ക് വരുന്നത്. എന്നിട്ട് ചരനാണെങ്കിൽ ഈ ഫോൺ ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല, പിന്നെ ഉപയോഗിക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല, എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം എനിക്ക് എൻ്റെ അച്ഛനെ പോയി കാണണമെന്ന് പറയുമ്പോഴത്തേക്കും ചരനാണെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അപകടത്തിലാവാൻ പോകുന്നത്. നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര കഴിവുള്ള ഒരാളാണ്, ഇത്രയും വർഷം അയാളുടെ കഴിവ് വെച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നാൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ ശത്രുക്കളായിട്ടുള്ളവർ ഉറപ്പായിട്ട് നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകരുത്, നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ സീക്രട്ടായിട്ട് വെച്ചേക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ചരനാണെങ്കിൽ കനിനെയും കൊണ്ട് തിരിച്ച് റൂമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ റൂമിൽ എത്തി കഴിയുമ്പോഴത്തേക്കും കനിനാണെങ്കിൽ ഞാൻ നിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് കെട്ടിയതല്ലേ, പിന്നെ നീ എങ്ങനെയാണ് അത് അഴിച്ചതെന്ന് നിന്നെ ചോദിക്കുമ്പോഴത്തേക്കും നീ എൻ്റെ ഒറ്റ കയ്യിൽ മാത്രമേ വിലങ്ങ് കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് അഴിക്കാൻ എളുപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ അതെനിക്ക് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിക്കുമ്പോൾ ചരനാണെങ്കിൽ കനിൻ്റെ കയ്യിൽ തന്നെ അത് കെട്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം കനിൻ ഇതൊക്കെ എന്തിനാണ് നീ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കേണ്ടി വന്നു, പിന്നെ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതും കനിനാണെങ്കിൽ എനിക്കറിയാം നിൻ്റെ ഹിമാലയയിലേക്ക് ഞാൻ വരണം എന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചരനാണെങ്കിൽ അതെ, നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം, അശ്വദേവത്തിൻ്റെ പവറാണെങ്കിൽ നിങ്ങൾ നേടിയെടുക്കണം, അടുത്ത ഹിമാലയയുടെ രാജാവ് നിങ്ങളുടെ അച്ഛനാണോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ ഹിമാലയനെ കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണെങ്കിൽ മറ്റ് 4 ദേശത്തും ഉള്ള മെയിനായിട്ടുള്ള അവിടുത്തെ രാജാക്കന്മാരെ വിളിച്ചു വരുത്തുന്നുണ്ട്. അശ്വദേവാത്തിലെ രാജാവായിട്ടുള്ള ആളാണ് ഇപ്പോൾ ഹിമാലി ഭരിക്കുന്നത്. എന്നാലും അശ്വദേവാത്തിൻ ഭരിക്കാനായിട്ട് മറ്റൊരു രാജാവുണ്ട്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു 4 സ്ഥലങ്ങളാണുള്ളത്, അശ്വദേവാത്തിൻ, തവിശ്മേധ,
മീനാനക്കരിൻ അങ്ങനെയൊക്കെ പേര് വന്നിട്ടുള്ള ഒരു 4 നേഷൻസ്. ഈ 4 നേഷൻസും ഭരിക്കാനായിട്ട് ഓരോ രാജാക്കന്മാരുണ്ട്. അതിൽ അശ്വദേവത്തിലെ രാജാവായിരുന്ന ആളാണ് ഇപ്പോൾ ഹിമാലയ ഭരിക്കുന്നത്. എന്നാലും അശ്വദേവത്തിൽ അടുത്ത് മറ്റൊരു രാജാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 4 രാജാക്കന്മാരും ഇപ്പോൾ ഹിമാലയയുടെ രാജാവായിട്ടുള്ള നമ്മുടെ കനിൻ്റെ മുത്തശ്ശനും കൂടെ ആയിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അങ്ങനെ കനിൻ്റെ മുത്തശ്ശൻ ഇവരുടെ എല്ലാവരുടെ കൂടെ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളർച്ചകളെക്കുറിച്ചും ട്രേഡിങ്ങും സംഭവങ്ങൾ എക്സ്പോർട്ടിങ്ങും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ അശ്വദേവത്തിൽ രാജാവായിട്ടിരിക്കുന്നത് മറ്റാരുമല്ല കനിൻ്റെ അച്ഛൻ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കനിൻ്റെ അച്ഛനും അമ്മയും അവന് 2 വയസ്സാവുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എന്നാൽ അവൻ്റെ അച്ഛനാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ അമ്മയായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കനിനും മരിച്ചു എന്നാണ് അവൻ്റെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. കനിൻ ജീവനോടെ ഉള്ള കാര്യം അവൻ്റെ അച്ഛൻ അറിയത്തില്ല. എന്നാൽ അവൻ്റെ മുത്തശ്ശനറിയാം കനിൻ ജീവനോടെ ഉണ്ടെന്ന്. കാരണം മുത്തശ്ശൻ തന്നെയാണ് കനിനെ അവൻ സേഫായിട്ടിരിക്കാനായിട്ട് അവൻ്റെ ഇപ്പോഴത്തെ അച്ഛനായിട്ടുള്ള അയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് വിട്ടത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഹിമാലയയുടെ രാജാവായിട്ടുള്ള കനിൻ്റെ മുത്തശ്ശന് എന്തോ വയ്യായിക തോന്നുന്ന കണ്ടിട്ട് മറ്റ് 4 രാജാക്കന്മാരും നിങ്ങൾ ഓക്കെ ആണോ, ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഒന്ന് കാണാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്, നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം രാജാവ് ഇല്ല കുഴപ്പമില്ല ഇങ്ങനെ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അശ്വദേവത്തിൻ്റെ രാജാവായ കനിൻ്റെ അച്ഛനെ അവൻ്റെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അവരൊരുമിച്ചുള്ള സമയത്തെല്ലാം സ്വന്തം അച്ഛനും മകനും ആയതുകൊണ്ട് തന്നെ അച്ഛന്നൊക്കെ തന്നെയാണ് രാജാവിനെ വിളിക്കുന്നത് കനിൻ്റെ അച്ഛൻ. അങ്ങനെ വന്നിട്ട് എന്ത് പറ്റി അച്ഛാ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എനിക്ക് ഇതിനടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കനിൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറയാണ്. ഇത്രയും വർഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ മകനും കുഞ്ഞിനെ തന്നെ ഭാര്യ മരിച്ച സമയത്ത് മരിച്ചുപോയി എന്നാണ് കരുതിയത്. എന്നാൽ ജീവനോടുണ്ടെന്നറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കനിൻ്റെ അച്ഛനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ വീണ്ടും ചോദിക്കുന്ന സമയത്ത് നിൻ്റെ മകൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, അവൻ ഉടനെ തന്നെ ഹിമാലയയിലേക്ക് വരും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ആ ഒരു വാർത്ത കേട്ടതുകൊണ്ട് തന്നെ കനിൻ്റെ അച്ഛനാണെങ്കിൽ അയാളുടെ ഭാര്യയുടെ കല്ലറയുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ കനിനും ഒരു കല്ലറ ഉണ്ടായിരുന്നു. കാരണം അവനും മരിച്ചെന്നാണല്ലോ വിചാരിക്കുന്നത്. അങ്ങനെ അവരുടെ 2 പേരുടെയും കല്ലറേൻ്റെ മുമ്പിലായിട്ട് ഇപ്പോൾ കനിൻ്റെ അച്ഛൻ വന്ന് നിൽക്കുകയാണ്. കനിൻ്റെ അച്ഛൻ അയാളുടെ വൈഫിൻ്റെ കല്ലറയിൽ ഒരു ബൊക്കെയൊക്കെ വെച്ച ശേഷം നമ്മുടെ മകരിപ്പോഴും ജീവനോടെ ഉണ്ട്, അവനിങ്ങനെ നല്ലതുപോലെ നോക്കിക്കൊള്ളാമെന്ന് ഇങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് വേറെ 2 നേഷനിലുള്ള അതായത് തവിച്ച് മേധയിലെയും പുച്ചോങ് പിസത്തിലുമുള്ള രാജകുമാരൻ്റെ രാജകുമാരിയും കാണിക്കുകയാണ്. അതിൽ തവിച്ച് മേധയിലെ രാജകുമാരിയുടെ പേര് അവ എന്നാണ്. അതുപോലെ തന്നെ പുച്ചോങ് പിസത്തിലെ രാജകുമാരൻ്റെ പേര് രാമിൽ എന്നുമാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹിമാലയ എന്നുള്ള നേഷനിൽ തന്നെ ഇവരുടെ മെയിനായിട്ടുള്ളൊരു കളി എന്ന് പറയുന്നത് ഫെൻസിങ് ആണ്. കനിൻ കളിക്കുന്ന അതേ സെയിം കളി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ഫെൻസിങ്ങിൻ്റെ മാച്ച് ഇങ്ങനെ വെക്കാനായിട്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും എത്ര കുടുംബക്കാരാണെന്ന് പറഞ്ഞാലും 4 നേഷനിലുള്ളതുകൊണ്ട് തന്നെ രാജാവാനായിട്ട് മത്സരിക്കാനുള്ളതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഇവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 15 പോയിൻ്റ് ആർക്ക് കിട്ടുന്നു അവർ ജയിക്കും, ഞാനെന്തായാലും നിന്നെ ജയിപ്പിക്കാനായിട്ട് അങ്ങനെ ചെറുതായിട്ട് കളിക്കത്തൊന്നും ഇല്ല എന്നൊക്കെ 2 പേരും പരസ്പരം പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കളിയിൽ 1 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ രാമിൽ ജയിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ രാമിലിൻ്റെ അച്ഛനായിട്ടുള്ള രാജാവും പിന്നെ അതുപോലെ തന്നെ അവയുടെ അച്ഛനായിട്ടുള്ള രാജാവൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം കളി കഴിയുമ്പോഴത്തേക്കും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം രാമിലും അവയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ രാമിലാണെങ്കിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ നിനക്ക് പറ്റിയ ആ ഒരു ഇഞ്ചുറി കാരണമായിരിക്കും ഇതിലിപ്പോൾ ഞാൻ ജയിച്ചത്, ഇല്ലെങ്കിൽ ഇത്രയും ടാലൻ്റുള്ള നീ ആയിരിക്കുമല്ലോ ജയിക്കേണ്ടത്. പക്ഷേ എന്ത് പറയാനാ, ഹിമാലയയുടെ ആ ഒരു ഇത് വെച്ചിട്ട് പെൺകുട്ടികൾക്ക് മെയിനായിട്ടുള്ള മത്സരത്തിൽ കയറാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഇവിടെ ആൺകുട്ടിയായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനേ ജയിക്കത്തുള്ളൂ എന്ന് അങ്ങനെ പറയാൻ കാരണം അടുത്ത രാജാവാകാൻ പോകുന്നത് ഈ 4 നേഷൻസിലും ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫെൻസിങ് മാച്ചായിരിക്കും വയ്ക്കുന്നത്. ഈ ഒരു ഫെൻസിങ് മാച്ചിൽ മത്സരിക്കാൻ പോകുന്നത് അവിടെയുള്ള രാജകുമാരന്മാരായിരിക്കും. ഒരുപക്ഷെ ഒരു നേഷനിലുള്ളത് ഒരു രാജകുമാരിയാണെങ്കിൽ ആ നേഷനിൽ നിന്ന് മത്സരിക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം പെൺകുട്ടികളെ അതിൽ മത്സരിക്കാൻ പാടില്ല, ആൺകുട്ടികൾ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആൺകുട്ടികൾ തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ ഏത് ആൺകുട്ടിയാണോ ജയിക്കുന്നത് ആ ആൺകുട്ടി ഏത് നേഷനിലുള്ളതാണോ, അതായത് ഒരുപക്ഷെ തവിച്ച് മേധയായിരിക്കും, മീനാനക്കാരനായിരിക്കും, അങ്ങനെ ഏതിലുള്ളതാണോ ആ ഒരു രാജ്യത്തുള്ള ആ ഒരു രാജകുമാരനായിരിക്കത്തില്ല, ആ രാജകുമാരൻ്റെ അച്ഛനായിട്ടുള്ള ആളായിരിക്കും ആ ഒരു നാട് ഭരിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കനിൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് മത്സരിക്കുവാണെങ്കിൽ പോലും ജയിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കില്ല ഭരിക്കാൻ പോകുന്നത്, അവൻ്റെ അച്ഛനായിരിക്കും രാജാവായിട്ട് ഹിമാലയ ഭരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കനിൻ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ തവിച്ച് മേധയിലുള്ളത് ഒരു രാജകുമാരനല്ല, അവ എന്ന് പറയുന്ന രാജകുമാരിയാണ്. പിന്നെ മീനാനക്കരിലെ ഒരു രാജകുമാരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് പുച്ചോങ് പിസത്ത്, അതിലാണെങ്കിൽ ഇപ്പോൾ രാമിലുമാണുള്ളത്.
കനിൻ ജീവനോടെ ഉള്ള കാര്യം മറ്റാർക്കും അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണിൽ ഇവിടെ ഇപ്പോൾ ആൺകുട്ടിയായിട്ട് ആ ഫെൻസിങ്ങിൽ മത്സരിക്കാൻ ആകെ രാമൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ ജയിച്ചതായിട്ട് കണക്കാക്കാം. അടുത്ത് രാജാവാകാൻ പോകുന്നത് രാമലിൻ്റെ അച്ഛനായിരിക്കും. അതുകൊണ്ടാണ് അവൻ അവയുടെ അടുത്ത് പറയുന്നത്, ആ മെയിനായിട്ടുള്ള മത്സരത്തിൽ നീ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നിനക്ക് മത്സരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് ഭയങ്കര കഷ്ടമായി പോയെന്നൊക്കെ. ആ സമയം അവയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അവളങ്ങ് നടന്നു പോകുന്നുണ്ട്. ആ സമയം അവിടെയുള്ള മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പോകുന്നുണ്ട്. 2-3 ഗാർഡ്സ് മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. ആ ടൈമിനാണ് എപ്പോഴും രാമലിൻ്റെ കൂടെ അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് നടക്കുന്നൊരു പയ്യനാണെന്നൊക്കെ പറയാം, പൈറ്റായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കാണുമ്പോഴത്തേക്കും നീ എവിടെ പോയതാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ രാജാവ് അങ്ങോട്ടേക്ക് പോയപ്പോൾ രാജാവിൻ്റെ കൂടെ അങ്ങോട്ട് പോയതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം രാമൽ, നീ പക്ഷേ എൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്, എപ്പോഴും നീ എൻ്റെ കൂടെയല്ലേ ഉണ്ടാവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പൈത്തായുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. ആ സമയം പൈത്ത ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവുമെന്ന് പറയുമ്പോൾ രാമലാണെങ്കിൽ അതിലൂടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയാണ്. പിന്നെ വേറെ ആരെങ്കിലും നമ്മളെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ളത് അവർക്ക് കിട്ടിയിരിക്കുമെന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചരൺ ആരും കോൾ ചെയ്തിട്ട് പ്ലാനിൽ വ്യത്യാസമുണ്ട്, ഞങ്ങളുടനെ തന്നെ ഹിമാലയിലോട്ട് വരും, പക്ഷേ കുറച്ച് താമസം എടുക്കും, കാരണം ഇപ്പം തന്നെ ശത്രുക്കളെല്ലാവരും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ആരെയും വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം കനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. ആ സമയം കനിൻ എങ്ങോട്ടാണെന്ന് നോക്കുമ്പോൾ ഹിമാലയിലോട്ടാണ്, പെട്ടെന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ കനിൻ ഞാൻ വരുന്നില്ല, എനിക്ക് അച്ഛനെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നിൻ്റെ അച്ഛൻ സേഫായിട്ട് വരുന്നുണ്ടെങ്കിലും അത് നേരെ ഹിമാലയിലോട്ടേ വരത്തുള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല, അതുകൊണ്ട് നമ്മളും ഹിമാലയിലോട്ടാണ് പോവേണ്ടത്. പക്ഷേ ശത്രുക്കൾക്ക് നിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലായി, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി, അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനൊക്കെ വന്നിരിക്കും, അതുകൊണ്ട് നമ്മൾ സമയത്തിന് അങ്ങ് എത്തിയെന്നും വരത്തില്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ അച്ഛൻ അങ്ങോട്ടേക്ക് വരുമെങ്കിൽ ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം ഈ ഒരു ന്യൂസ് രാജാവിനെയും ആരോ അറിയിക്കുന്നുണ്ട്, അതായത് ശത്രുക്കൾ കനിൻ ജീവനോടുള്ളവരും അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ ഹിമാലയിലോട്ട് വരാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ വരാനായിട്ട് വൈകുമെന്ന്. അങ്ങനെ പിന്നീട് അവർ പ്ലെയിനിലാണ് പോകുന്ന സമയത്ത് കനിൻ്റെ അടുത്ത് ചരൺ സോറി പറയുന്നുണ്ട്, കാരണം ബിസിനസ് ക്ലാസ് അല്ല ബുക്ക് ചെയ്തത്, സാധാ ഫ്ലൈറ്റാണ്, ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ആ ശത്രുക്കൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്ന് പറയുമ്പോഴത്തേക്കും കനിനാണെങ്കിൽ നീ എൻ്റെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് വിൻഡോ സീറ്റാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആകുമ്പോൾ എല്ലാവരും ഉറങ്ങാണ്, കനിനും ഉറങ്ങുന്നുണ്ട്, എന്നാൽ ചരനാണെങ്കിൽ ഉണർന്ന് തന്നെ ഇരിക്കുകയാണ്. ആ സമയം പ്ലെയിനാണെങ്കിൽ ഉടനെ തന്നെ ലാൻഡിംഗ് എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ആ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചരനാണെങ്കിൽ കനിൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കുന്നുണ്ട്. ആ സമയം കനിൻ ഉണർന്നിട്ട് എന്ത് പറ്റി, നിനക്ക് പേടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചരനൊന്നും മിണ്ടുന്നില്ല. കനിൻ ആ സമയം അവൻ്റെ അടുത്ത് എൻ്റെ പുറകെ ചുറ്റും അപകടമാണുള്ളത്, ആ എന്നെ സംരക്ഷിക്കാനായിട്ട് നീ നിൻ്റെ ജീവൻ പണയം വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ കൂടെ വരുന്നത്, എന്തിനാ നീ നിൻ്റെ കൂടെ നടത്തുന്നത്, നിനക്കും കൂടെ അപകടമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ പക്ഷേ അത് എൻ്റെ ഡ്യൂട്ടിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എപ്പോഴൊക്കെ ചരൺ കനിനോട് സംസാരിക്കുന്നു അപ്പോഴെല്ലാം കനിനൊരു രാജകുമാരനായതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമാലിറ്റിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കനിനിപ്പോൾ നമ്മുടെ ഇടയിൽ ഫോർമാലിറ്റിയൊന്നും വേണ്ട, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ചരനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നോർമലായിട്ട് തന്നെ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ചരൺ അങ്ങനെ ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, എനിക്ക് നിങ്ങളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ എൻ്റെ അച്ഛനായിട്ട് നിന്നിട്ട് അയാളും എന്നെ സംരക്ഷിച്ചായിരിക്കുമല്ലേ, അത് ജസ്റ്റ് ഡ്യൂട്ടി മാത്രം ആയിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ല, നിങ്ങളുടെ അച്ഛനായിട്ട് നിന്ന് നിങ്ങൾ അയാളെ നോക്കുന്ന സമയത്ത് ശരിക്കും അയാൾക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നു, ഒരു മോനെ പോലെ തന്നെയാണ് കണക്കാക്കിയത്, അതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. കനിനെ അവൻ്റെ അച്ഛനായിട്ട് നിന്ന് കൂടെ നോക്കിയ ആളുടെ പേര് തന്തനായി എന്നാണ്. അപ്പോൾ അയാൾ നിന്നെ ശരിക്കും സ്നേഹിച്ച് തന്നെയാണ് വളർത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കനിന് സങ്കടമായിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. പിന്നീട് ഒരു എയർപോർട്ടിലെത്താണ് ഇവർ ആക്ച്വലി ഡയറക്റ്റ് ഹിമാലയിലോട്ടല്ല വന്നേക്കുന്നത്, കാരണം അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ വന്ന് ലാൻഡ് ആയിരിക്കുന്നത്. കനിനപ്പോൾ ചരൻ്റെ അടുത്ത് അപ്പോൾ അവർ നമ്മൾ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ലല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് അതൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി കാണും, അതുകൊണ്ട് നമ്മൾ എവിടെയായാലും സൂക്ഷിക്കണം, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ തൊട്ടടുത്തുനിന്ന് മാറരുതെന്ന് പറഞ്ഞിട്ട് ചരൺ കനിൻ്റെ കൈയും പിടിച്ച് അവനെ അവിടെ നിന്ന് എയർപോർട്ടിന് പുറത്തേക്ക് കൊണ്ടുപോവാണ്. ആ സമയം 1-2 ആൾക്കാർ ഇവരെ ഫോളോ ചെയ്ത് പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവരിങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ടാക്സി കയറി അവർ പോവാണ്. അങ്ങനെ ടാക്സിയിൽ കുറേ നേരം ഇരുന്ന് പോകുന്ന സമയത്ത് കനിൻ അങ്ങ് ഉറങ്ങുന്നുണ്ട്. ചരനാണെങ്കിൽ എല്ലാം നിരീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. ആ സമയം ടാക്സി ഡ്രൈവർ നോക്കുമ്പോൾ ഇവരുടെ സൈഡിലായിട്ടും പുറകിലായിട്ടും 2 കാർ ഇവരെ ഫോളോ ചെയ്യാണ്. ആ ഒരു കാര്യം ഇപ്പോൾ നമ്മളെന്തിനാ ഇങ്ങനെ ഈ 2 കാർ ഫോളോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അയാളാണെങ്കിൽ പറയാണ്. അപ്പോൾ അത് കേൾക്കുന്നതും തന്നെ
കാര്യം എഴുന്നേൽക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ടാക്സി ഡ്രൈവറിന് അവരാണെങ്കിൽ ഇവരുടെ പുറകെ വരുന്നതാണ് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒരു റേസിന് വേണ്ടിയിട്ട് നിൽക്കാണെന്ന് എഴുതിയിട്ട് ടാക്സി ഡ്രൈവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ സ്പീഡ് ഓട്ടിക്കുന്നുണ്ട്. അയാൾ ഭയങ്കര റേസറിനെ പോലെ തന്നെ നല്ല സ്പീഡിനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ എങ്ങോട്ട് വളച്ചിട്ടും ഇവർ പുറകെ വരുന്ന കാര്യം മനസ്സിലാവുമ്പോഴത്തേക്കും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തൊട്ട് പുറകെ ഇരിക്കുന്ന കരിൻ്റെയും ചരൻ്റെയും പുറകെയാണ് അവർ വരുന്നതെന്ന്. തനിക്കും കൂടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അയാളാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്യുകയാണ്. അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ അവർ വന്ന് നിന്നത് ഒരു മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു. അങ്ങനെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഓടാന്ന് എഴുതിയിട്ട് അവർ ഓടിപ്പോകുന്നുണ്ട്. കാറിൽ ഫോളോ ചെയ്ത് വന്നവരും ഇറങ്ങിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇവരെങ്ങോട്ടാണ് പോയെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ അവരുടെ കൈ പെട്ടുപോകുന്നുണ്ട്. രണ്ട് സൈഡിലും ആൾക്കാർ വളയുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ ചരൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. എല്ലാവരും അടിച്ചിട്ട് കഴിയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു മഴ തുടങ്ങുകയാണ്. ഈ മഴയിൽ ചരനാണെങ്കിൽ എന്തോ ആലോചിച്ച് നിന്നു പോവാണ്. അവന് കുട്ടിക്കാലത്ത് എന്തോ ഒരു സംഭവം മഴയത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രോമയിലാണ് അവൻ ഇപ്പോഴും ഉള്ളത്. സോ മഴ പെയ്തപ്പോൾ പെട്ടെന്ന് അവൻ്റെ ആ ഒരു ചിന്തയെല്ലാം അങ്ങ് നിന്ന് പോയിട്ട് അവൻ വേറെന്തോ ആലോചനയായി പോകുന്നുണ്ട്. ആ സമയം അടിച്ചിട്ടേൽ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ചരനാണെങ്കിൽ ആ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം അവൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫോണും അവിടെ വീണു പോയിട്ടുണ്ടായിരുന്നു. എന്നാലത് അവനോ കരിനോ ആരും തന്നെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അടിച്ചിട്ട് കഴിയുമ്പോൾ ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. നല്ല മഴയും പെയ്യുന്നതുകൊണ്ട് തന്നെ അടച്ചിട്ടിരുന്നൊരു ബുക്ക് സ്റ്റോർ അതിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് അവരതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ബാഗിൽ നിന്ന് ചരൻ കനിന് മാറ്റാനായിട്ടൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് മാറ്റിക്കോ, ഇത് നനഞ്ഞതുകൊണ്ട് പനി പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചരനും ഡ്രസ്സ് മാറ്റാണ്. ആ സമയം കനിൻ ഡ്രസ്സ് മാറ്റാതെ നിൽക്കുന്ന കാണുമ്പോൾ ചരനാണെങ്കിൽ എന്തോ ഒരു ഡ്രസ്സ് മാറ്റുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കനിൻ അവന് കൊടുത്ത ആ ഒരു ഉടുപ്പാണെങ്കിൽ ചരൻ്റെ കയ്യിൽ പറ്റി ആ മുറിവിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കനിനാണെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചരനാണെങ്കിൽ നമ്മളിവിടെ താമസിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. നമ്മളൊരു ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ്. അതും പറഞ്ഞിട്ട് ചരനാണെങ്കിൽ അവൻ ഫോൺ എടുക്കാൻ നോക്കുമ്പോഴാണ് ഫോൺ പോക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം മനസ്സിലാവുന്നുണ്ട് ഫോൺ എവിടെ മിസ്സായി പോയെന്ന്. ആ ടൈമിൽ തന്നെ ആ കടയുടെ ഓണർ അങ്ങോട്ടേക്ക് വരാണ്. അതൊരു പ്രായമുള്ള ആളായിരുന്നു. അയാൾ വന്നിട്ട് നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്, എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാ എൻ്റെ കടയിൽ കയറിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ സോറി സാർ മഴയത് മാറിയെന്നാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാൾ വിശ്വസിക്കുന്നില്ല. ആ സമയം കനിനാണെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ മഴയിൽ നിന്ന് മാറിയുന്നതാ, ഞങ്ങളെ കണ്ട ഈ കട കുത്തിപ്പൊളിച്ച് മോഷ്ടിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അയാൾ നിന്നെ കാണാൻ ഏതോ സിംഗറിനെ പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് കനിനാണെങ്കിൽ ഇത് തന്നെ അവസരമെന്ന് നിർത്തിയിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ, ആദ്യം ഞാൻ തന്നെ എന്നുള്ള രീതിയിലൊക്കെ പ്ലീസ് നിങ്ങളുടെ ഫോണൊന്ന് തരാമോ, ഞങ്ങളുടെ ഫോൺ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ കയറിയെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ആ മുഖം കാണുമ്പോൾ അയാൾക്ക് നോ പറയാനും തോന്നുന്നില്ല. അതുകൊണ്ട് അയാളുടെ ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചരൻ ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കടയുടെ ഓണറിൻ്റെ അടുത്ത് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മുന്നിൽ അവിടെ നടന്നു പോവാണ്. ആ സമയം ഫ്രണ്ടാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് കാലമല്ലോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ചരനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയം കനിന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇതാരാന്ന് ചോദിക്കുകയാണ്. ചരനപ്പോൾ ഒരു സെക്കൻഡ് എന്ത് പറയണമെന്ന് ഇങ്ങനെ അറിഞ്ഞുകൂടാതെ നിന്നിട്ട് പെട്ടെന്ന് ഇവനെൻ്റെ ബ്രദറാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുവാണ്. അങ്ങനെ ആ ഒരു പയ്യനാണെങ്കിൽ ഇവരെയും കൊണ്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എൻ്റെ പേര് വേദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്താണ്. ഭയങ്കര വെറൈറ്റി നെയിംസ് ആയതുകൊണ്ട് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ അവനാണെങ്കിൽ പരിചയപ്പെടുത്തിയ ശേഷം നിങ്ങൾ രണ്ടുപേരും ശരിക്കും ബ്രദേഴ്സ് അല്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം തന്നെ കള്ളം പൊളിങ്ങുമെന്ന് മനസ്സിലായിട്ട് കനിനാണെങ്കിൽ അടുത്തൊരു ട്രിക്ക് ഇറക്കാണ്. അതെ ഞങ്ങൾ ബ്രദേഴ്സ് അല്ല, ആക്ച്വലി ഞങ്ങൾ ഡേറ്റിംഗ് ആണെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ചരനാണെങ്കിൽ എന്താ ഇവിടെ സംഭവം എന്നുള്ള രീതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കനിൻ ചരൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് വേദിസിനോട് ഞങ്ങൾ ഫസ്റ്റ് UK വെച്ചാണ് പരിചയപ്പെട്ടത്, അതിനുശേഷം ഞങ്ങൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വേദിസ് അങ്ങോ അതെന്താ അങ്ങനെ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് കനിനാണെങ്കിൽ അത് പിന്നെ ഇവൻ എപ്പോഴും അങ്കിളുമാരുടെ സ്വഭാവമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നതെന്ന് പറയാണ്. ആ സമയം വേദിസ് ചരനോട് അപ്പോൾ നീ കനിനെ എന്താ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാനവനെ ക്യൂട്ടീന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം വേദിസ് അത് കുറച്ച് സിമ്പിളായി പോയില്ലേ, ഒരു കാര്യം ചെയ്യും നീ അവനെ ടൂന്ന് വിളിക്കുക, അപ്പോൾ പിന്നെ അവൻ നിന്നെ അങ്ങ് വിളിക്കുന്നതിന് മാച്ചാവുമല്ലോ ടൂട്ടു എന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും കനിനാണെങ്കിൽ എന്നെ അങ്ങനെ എന്നൊന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവനാണെങ്കിൽ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വേദിസാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആരാ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നത്, നിങ്ങളെ എന്തിനാ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ എനിക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേദിസിനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. അതായത് കനിനാണെങ്കിൽ ഒരു രാജകുമാരനാണെന്നുള്ള കാര്യം പോലും. അങ്ങനെ അത് മനസ്സിലാവുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വന്നിട്ട് കനിൻ്റെ മുന്നിൽ തല ഉനിച്ച് നിന്നിട്ട് എന്നോട് ക്ഷമിക്കണം രാജകുമാരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും തമാശയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. കരുന്നപ്പോൾ അതൊന്നും കുഴപ്പമില്ല, എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദിച്ചാണെങ്കിൽ തലകുനിച്ച് തന്നെ നിൽക്കുമ്പോഴത്തേക്കും
കനിൻ ചരണിൻ്റെ അടുത്ത് നീയല്ലേ പറഞ്ഞത് ആരെടുത്തും ഈ രഹസ്യം തുറന്നു പറയാൻ പാടില്ലാന്ന്, പിന്നെ നീ എന്തിനാ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചരനാണെങ്കിൽ ഇവനെ 100% വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇവനെന്തിനാ ഇപ്പോഴും തലകുനിച്ചിരിക്കുന്നത്, ഇവൻ്റെ അടുത്ത് ഒന്ന് എണീറ്റിരിക്കാനായിട്ട് പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കനിനാണെങ്കിൽ പറയുന്ന കേട്ടിട്ട് ചരൺ വേദസിനോട് മതി മതി നീ എഴുന്നേറ്റ് എന്നുള്ളതിനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം വേദസിൻ്റെ അടുത്ത് നമ്മളാണെങ്കിൽ ട്രെയിനിൽ ഇമാലിയിലോട്ട് പോയി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം വേദസിനോട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലോ. വേദസ് അപ്പോൾ ട്രെയിനിൽ പോയാലും നിങ്ങളെ ഫോളോ ചെയ്യാൻ ആളുണ്ടാവും, പക്ഷേ എൻ്റെ ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം വേദസിൻ്റെ ആ ഒരു പ്ലാൻ അവർ വർക്കൗട്ട് ചെയ്യാണ്. അതായത് വേദസ് അവിടെ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം തന്നെ കനിൻ്റെയും ചരണിനെയും പോലെ ഇരിക്കുന്ന 2 ഡ്യൂപ്പായിട്ടുള്ള ആൾക്കാരെയും അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കറക്റ്റ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആ ആൾക്കാരാണെന്ന് മനസ്സിലാകുമ്പോൾ ഇപ്പോൾ വേദസ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഡ്രസ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് എന്നിട്ട് നിങ്ങളുടെ പാസ്പോർട്ടൊന്ന് കാണിക്കാവോ, ഏത് ട്രെയിനിലാണ് നിങ്ങൾ കയറേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ അവരുടെ ID കാണിക്കുന്നുണ്ട്. എന്നിട്ട് കനിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഈ പയ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അതെ ആ പോകുന്ന പയ്യനെ എൻ്റെ അടുത്ത് ഇപ്പോൾ വഴി ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്യൂപ്പായിട്ടുള്ള 2 പയ്യന്മാർക്ക് നേർക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് വിശ്വസിച്ചിട്ട് അയാളാണെങ്കിൽ അയാളുടെ ആൾക്കാരെ വിളിച്ച് അവരെ പുറകെ പോകുന്നുണ്ട്. ഈ സമയം ശരിക്കുമുള്ള നമ്മുടെ കനിനും ചരനും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേറൊരു കോലത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കനിൻ ഒരു പെൺകുട്ടിയായിട്ടും പിന്നെ ചരനാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടും. പിന്നെ വേദിസ് ആ ആൾക്കാരെ വഴിതെറ്റിച്ച് വിട്ട് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് എന്നിട്ട് ഇനി അവരുടെ കണ്ണിൽ പെടാതെ നോക്കിക്കോണം, പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറഞ്ഞിട്ട് ഇവരെ ആണെങ്കിൽ ട്രെയിനിൽ കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ അവർ ഒരുവിധം സേഫ് ആവുന്നുണ്ട്. അങ്ങനെ അവർ ട്രെയിനിൽ കയറി പോകുന്ന സമയത്ത് അവിടെ ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഇൻഹേലർ കനിൻ വാങ്ങുന്നുണ്ട്. അങ്ങനെ കനിൻ അത് യൂസ് ചെയ്തിട്ട് ചരണിൻ്റെ അടുത്തും യൂസ് ചെയ്ത് നോക്കാനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കനിനാണെങ്കിൽ ചരണിനെ അങ്ങെന്ന് വിളിച്ചിട്ട് നേരത്തെ പോലെ വീണ്ടും കളിക്കുകയാണ്. ആ സമയം ചരനാണെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് കളിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ സംശയിക്കാനായിട്ട് ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ ശരി ശരി ഞാൻ മിണ്ടാതിരുന്നോളാം, പിന്നെ എന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തതിന് താങ്ക്സ് എന്ന് പറയാണ്. അതിനുശേഷം കനിനാണെങ്കിൽ അവനാണെങ്കിൽ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന ആ രൂപം ഒന്ന് സ്വയം നോക്കിയിട്ട് എനിക്കിത് കാണുമ്പോൾ ചിരി വരുന്നു, ഇതിപ്പോൾ അഴിച്ചു കളയാൻ പറ്റുമെന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ നമുക്ക് അവിടെ എത്തുന്നതിന് മുമ്പേ മാറ്റാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഇമാലിയാണ്. അവിടെ ഇപ്പോൾ രാജാവും പിന്നെ രാജാവിൻ്റെ മകനും, അതായത് നമ്മുടെ കനിൻ്റെ അച്ഛനും കൂടെ ആയിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ ഒന്നേ തന്നെ വരും, നീ ഇപ്പോൾ അസ്വദേവത്തിലോട്ട് പോകണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ രാജാവിനോട് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് വയ്യ, എനിക്ക് തീരെ വയ്യ, എനിക്കാണെങ്കിൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കാൻ ഇനി പറ്റത്തില്ല, ഞാൻ ഈ കാര്യം എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, നിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്, കാരണം എല്ലാവരും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കനിൻ വന്നുണ്ടെങ്കിൽ തന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഒരു കാര്യം അറിയിക്കും, അതായത് പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം സ്റ്റാർട്ടാവാൻ പോവുകയാണെന്ന്. കനിൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ്റെ അച്ഛൻ പക്ഷേ വന്നുണ്ടെങ്കിൽ തന്നെ അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവനെന്തെങ്കിലും സംഭവിക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും രാജാവാണെങ്കിൽ വേറെ വഴിയില്ല, എനിക്ക് ഇതിലിപ്പോൾ വിശ്വസിക്കാനായിട്ട് നീ മാത്രമേ ഉള്ളൂ, ആ ഒരു മത്സരത്തിൽ എങ്ങനെയും കനിൻ ജയിക്കുകയും വേണം, ഈ രാജ്യം എനിക്ക് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും വേണമെന്ന് പറയുന്നുണ്ട്. ഇതേസമയം കനിൻ്റെയും ചരണിനെയും കാണിക്കുമ്പോൾ അവരവിടെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ചരനാണെങ്കിൽ കൊട്ടാരത്തിൻ്റെ മുൻവശമൊക്കെ കനിന് കാണിച്ചു കൊടുത്തിട്ട് അവനെയും കൊണ്ട് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറാണ്. അവരെ ക്ഷണിക്കാനായിട്ട് കുറേ ആൾക്കാരോട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.